കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുകയാണ് മന്ത്രി കെ രാജൻ. അതേസമയം പൂരം അലങ്കോലപ്പെട്ട സമയത്ത് അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നാണ് മന്ത്രിയുടെ മൊഴി. ഔദ്യോഗിക നമ്പറിലും പേഴ്സണൽ നമ്പറിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരിച്ചില്ല എന്നാണ് രാജൻ മൊഴി നൽകിയിരിക്കുന്നത്. പൂരം നടത്തിപ്പ് സുഗമമല്ലെന്ന് പിന്നീട് അറിയിച്ചിട്ടും പരിഹരിക്കാനുള്ള ഇടപെടൽ അജിത് കുമാർ നടത്തിയിട്ടില്ലെന്നും മന്ത്രി അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട്. ഇതിനാലാണ് അജിത് കുമാറിന്റെ വിശദീകരണം അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. അജിത് കുമാർ വിരമിക്കാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഈ മാസത്തോടെ DGP നൽകുകയും ചെയ്യും. അതേസമയം ഇക്കൊല്ലത്തെ തൃശൂർ പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ. ഇത്തവണ മെയ് 6-നാണ് തൃശൂർ പൂരം. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് തുടങ്ങുകയാണ്. പൂരത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ എന്തായാലും ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുകയും ചെയ്തിട്ടുണ്ട്. പൂരം നടത്താൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത്തവണത്തെ പൂരം സുഗമമായി നടത്തുന്നതിന് സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. നിലവിൽ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്കയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പൂരവുമായി ബന്ധപ്പെട്ട് മന്ത്രി BN വാസവൻ നടത്തിയ പ്രസ്താവന തിരുത്തണമെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. തൃശൂർ പൂരത്തെ മതപരമായ ചടങ്ങല്ലെന്ന് വരുത്തി ഹിന്ദു സമൂഹത്തിൽ നിന്ന് അകറ്റാനുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റ് തിരുത്തി മന്ത്രി മാപ്പ് പറയണമെന്നും പൂരത്തിന്റെ ചുമതലയുള്ള മന്ത്രി രാജൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. തൃശൂർ പൂരം തുടക്കം മുതൽ അവസാനം വരെ മതമാണ്. മന്ത്രി വാസവൻ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കണം. അല്ലാത്ത പക്ഷം ദേവസ്വം മന്ത്രിയായിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. മതചിഹ്നമില്ലാതെ കോലം എഴുന്നള്ളിക്കാനാകുമോ എന്നും മന്ത്രി രാജൻ നിലപാട് വ്യക്തമാക്കണമെന്നും പറയുന്നുണ്ട്. ഹിന്ദു സമൂഹത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും പൂരത്തിനെ അടർത്തി മാറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ വാസവനെ മന്ത്രിസ്ഥാനത്തു നിന്നും മാറ്റണം. വനം വകുപ്പാണ് അദ്ദേഹത്തിന് ചേരുന്നത്. നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും. ലക്ഷ്മണരേഖ ലംഘിക്കുന്നതാണ് വാസവന്റെ പ്രസ്താവനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയത്ത് ഇന്ന് പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളിൽ ചമയ പ്രദർശനങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ്. തിരുവമ്പാടിയാണ് ആദ്യ സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തുക. തുടർന്ന് പാറമേക്കാവിന്റെ വെടിക്കെട്ടും നടക്കും. പാറമേക്കാവ് വിഭാഗം ചമയ പ്രദർശനം ഉദ്ഘാടനം രാവിലെ 9-ന് ദേവസ്വം അഗ്രശാലയിൽ നടക്കും. തിരുവമ്പാടി ചമയ പ്രദർശനം ഉദ്ഘാടനം 10-ന് കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ 2 ചടങ്ങുകളിലും പങ്കെടുക്കും. ഞായറാഴ്ച രാത്രി 10 വരെയും തിങ്കളാഴ്ച രാത്രി 12 വരെയുമാണ് പ്രദർശനം. കൂടാതെ കഴിഞ്ഞ കൊല്ലം തൃശൂർ പൂരം അലങ്കോലമാക്കാനിടയാക്കിയ 2 കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ശനിയാഴ്ച ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. രാത്രി പാറമേക്കാവ് തിരുവമ്പാടി പൂരങ്ങൾ പോകുന്ന സമയത്ത് ബാരിക്കേഡ് സ്ഥാപിക്കില്ല എന്നതാണ് പ്രധാനം. സംഘാടകരെ പോലും ഈ സമയത്ത് തടഞ്ഞത് കഴിഞ്ഞ കൊല്ലം വിവാദമായിരുന്നു. സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ അനുവദിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന തീരുമാനം. കഴിഞ്ഞ പൂരത്തിന് മണിക്കൂറുകൾ കാത്തുനിന്നവർ പോലും വെടിക്കെട്ട് കാണാനാകാതെ തിരിച്ചുപോയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇത്തരം സംഭവങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ പൂരത്തിന്റെ ചടങ്ങുകൾ അലങ്കോലമായതും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കാരണമായത്. മന്ത്രിമാരായ VN വാസവൻ, കെ രാജൻ, ആർ ബിന്ദു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, മേയർ MK വർഗീസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം ഇത്തവണത്തെ തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളിലൂടെ പാഠം പഠിച്ചുവെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. പൂരവുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളിലെ അവകാശങ്ങൾക്കൊന്നും തടസ്സമുണ്ടാകില്ലെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചത്. സമൂഹത്തിന്റെ സ്വത്താണ് ആഘോഷങ്ങളെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. കൂടുതൽ പേർക്ക് ഇത്തവണ വെടിക്കെട്ട് കാണാൻ സൗകര്യം ഒരുക്കാമായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമായില്ലെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. പൂരം കാണാൻ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ സൗകര്യം ഒരുക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകാനിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ഗുജറാത്തിൽ പടക്ക നിർമ്മാണശാലയിൽ ഇത് ആസ്ഥാനത്തായെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്.
ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ഇളവുകൾ ഇത്തവണ നൽകാൻ കഴിയാതെ വന്നതെന്നാണ് കേന്ദ്രമന്ത്രി നൽകുന്ന വിവരം. നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകുക ബുദ്ധിമുട്ടാണ്. സർക്കാരും നിയമങ്ങളും ഭേദഗതികളും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചല്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തിട്ടുണ്ട്.